പി അൻവറിന്റെ പത്രസമ്മേളനം വിചിത്രമായിരുന്നു. അദ്ദേഹം താൻ ഇതുവരെ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളെല്ലാം അത് പാർട്ടി പറഞ്ഞിട്ടാണ്, CPM പറഞ്ഞിട്ടാണ്, പിണറായി പറഞ്ഞിട്ടാണ്, പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് തടിയൂരാൻ ശ്രമിക്കുകയാണ്. അൻവർ ഉയർത്തിയ വ്യാജ ആരോപണങ്ങളും അൻവർ ഉന്നയിച്ച പൊട്ടത്തരങ്ങൾക്കും കയ്യും കണക്കുമില്ല. അത് അൻവറുടെ ചരിത്രത്തോളം നീണ്ടു നിൽക്കുന്നതും വലുതുമാണ് അൻവറുടെ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും. ഇപ്പോൾ അൻവർ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം ഗൗരവമേറിയതാണ്. ആദ്യം അത് കൊണ്ടുവന്നത് മറുനാടനാണ്. എന്തിനേറെ അൻവർ തന്റെ പത്രസമ്മേളനത്തിൽ താൻ ഇനി തന്റെ ജീവിതം മുഴുവൻ മുമ്പോട്ട് പോരാടാൻ പോകുന്നത് പിണറായിസത്തിനെതിരെയാണ് എന്ന് പറയുമ്പോൾ ഈ പിണറായിസം എന്ന പദം പോലും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മറുനാടനാണ്. മറുനാടൻ പണ്ട് പറഞ്ഞ അതേ കാര്യങ്ങൾ അൻവർ ആവർത്തിക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് അൻവറിന്റെ വർഗീയ രാഷ്ട്രീയ അജണ്ടയും മുമ്പോട്ട് കൊണ്ടുവരുന്നു. അതും ഒതുക്കി നിർത്താൻ അൻവർ ചില പൊടിക്കൈകൾ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവറുടെ പല അഭ്യാസങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ അൻവർ മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയ തമാശ 150 കോടി രൂപ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കള്ളപ്പണയിടപാട് നടത്തിയെന്നാണ്. ഇത് നിയമസഭയിൽ അൻവർ അവതരിപ്പിച്ചപ്പോൾ തന്നെ കേട്ടവർക്ക് ഉറക്ക ചിരിച്ചു. ഇത് അവതരിപ്പിക്കാൻ അനുമതി കൊടുത്ത സ്പീക്കർ ഷംസീർ പോലും ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞു പൂർത്തിയാക്കാൻ അൻവറിന് പോലും കഴിയുന്നില്ല. അൻവർ പറയുന്നത് 150 കോടി രൂപ അവിടെ നിന്നും ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിന്ന. അൻവറിന് UDF പ്രവേശനത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയത് വാസ്തവത്തിൽ സതീശന്റെ കട്ടക്കലിപ്പാണ്. ബാക്കി എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു, പക്ഷേ സതീശനെ മാത്രം കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലാതെ അൻവർ ഈ ഉത്തരവാദിത്വം മുഴുവൻ പി ശശിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് സതീശന്റെ കാലിൽ പിടിച്ച് കരഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്.